ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു മിൽക്ക് ബ്രെഡ് കൊതി മൂത്തിട്ട് ഞാനും ഉണ്ടാക്കി നോക്കിയിട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് മധുരം ഇഷ്ടമുള്ളവർക്ക് വായിൽ അലിഞ്ഞിറങ്ങുന്ന അടിപൊളി ഐറ്റമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഈ ഒരു മിൽക്ക് ബ്രെഡ് തയ്യാറാക്കി എടുക്കാനായിട്ട് 3 ബ്രെഡ് എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു പാത്രത്തിൽ ഒരു ചെറുപഴം തൊലി കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബ്രെഡ് എടുത്ത് അതിന് മുകളിലായിട്ട് പഴം ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ അടുത്ത ബ്രെഡിലും കൂടി ചെയ്തെടുക്കാം. 2 ബ്രെഡിൽ ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ട് ഒരു പ്ലെയിൻ ബ്രെഡ് അതിന് മുകളിലും കൂടെ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു കപ്പ് പാലെടുത്ത് അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഒന്ന് മധുരം ബാലൻസ് ചെയ്തെടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും. പഞ്ചസാര ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ബ്രെഡ് അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഏകദേശം ഒന്നായി വരുന്ന സമയത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗവും ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് മുകൾ ഭാഗത്തേക്കായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പാല് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കായി ചുറ്റിച്ചിട്ട് ഒന്ന് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ സൈഡിൽ പാലൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്കായിട്ട് അടുത്ത പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ വറ്റി വരുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് മറിച്ചിട്ടിട്ട് ബാക്കി വന്ന പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് എല്ലാ ഭാഗവും വറ്റിച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. 2 ഭാഗവും കളർ മാറി നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടിയാൽ പാനിൽ നിന്ന് മാറ്റാം. ഇനി ഒന്നും കൂടെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ 1 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, മധുരം അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇതും കൂടി ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി ചൂടോട് കൂടെ അല്ലെങ്കിൽ തണുത്തിട്ടൊക്കെ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വായിൽ അലിഞ്ഞിറങ്ങുന്ന അടിപൊളി ഐറ്റമാണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്ക് പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.